ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിരിക്കുന്നതുകൊണ്ട് എന്താവും നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ. ഇന്ന് നമുക്ക് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ. സാധാരണ ഫ്രൈഡ് റൈസ് അല്ല കേട്ടോ, കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ഫ്രൈഡ് റൈസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വെജിറ്റബിൾസ് കണ്ടല്ലോ, ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, സ്പ്രിംഗ് ഓനിയൻ, ക്യാബേജ് അത്രയും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നടുക്കിലിരിക്കുന്ന 3 വെളുത്തുള്ളി അല്ലി നമ്മളിതിൽ ഇപ്പോൾ ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ നമ്മൾ ചോപ്പ് ചെയ്തിട്ടില്ല, ചോപ്പ് ചെയ്ത് വേണം അത് ഇടാൻ. പിന്നെ നമുക്ക് വേണ്ടത് റൈസാണ്. ഇതൊരു 2 ഗ്ലാസ് റൈസ് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. റൈസ് വേവിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ്, ഒന്നില്ലെങ്കിൽ അത് വെന്ത് കുറച്ച് കുഴഞ്ഞു പോകും. ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് വേവ് അല്ലെങ്കിൽ അത് ഒരു രസം ഉണ്ടാവില്ല. നമുക്ക് ഫ്രൈഡ് റൈസിന് അതിൻ്റേതായ ഒരു രൂപമോ ടേസ്റ്റോ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ എങ്ങനെയാണ് റൈസ് കറക്റ്റായിട്ട് വേവിച്ചെടുക്കണതെന്ന് ഞാനിപ്പോൾ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. ആദ്യമായിട്ട് റൈസ് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 1 മണിക്കൂർ നമ്മൾ ബസ്മതി റൈസ് ഒന്ന് വെള്ളം ഒഴിച്ച് കുതിരാൻ വയ്ക്കുക. അതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവ്. അതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു 2-3 ഡ്രോപ്സ് എണ്ണ, സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇടുക. അതിനുശേഷം അത് തിളച്ച ശേഷം മാത്രം നമ്മൾ ഈ റൈസ് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് റൈസ് ഒരു 1/4 വേവ് ആവുമ്പം നമ്മളിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വെന്ത് വന്നാൽ മതി. അതിന് ശേഷം നമ്മൾ ഈ റൈസ് പിന്നെ അങ്ങനെ തന്നെ വെച്ചാൽ വെന്ത് പോകും, കാരണം നല്ല ചൂടോടെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ ഒന്ന് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് നമ്മൾ അതിനെ ഒന്ന് ഊറ്റിയെടുത്ത ശേഷം എന്തെങ്കിലും ഒരു തവി എന്തെങ്കിലും വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ അരി ഊറ്റുന്ന പാത്രം ഉണ്ടല്ലോ അതിലൊന്ന് ഇത് ചെയ്ത ശേഷം ഊറ്റിയെടുത്ത് പച്ചവെള്ളം ഒഴിച്ചത് തണുത്ത് ഊറ്റിയെടുത്ത ശേഷം മാത്രം നമ്മൾ ആ റൈസ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം ഉപയോഗിക്കുകയാണെങ്കിൽ റൈസ് ഒന്നും തൊടാതെ കറക്റ്റ് വേവിൽ കിട്ടും. തലേദിവസം ഉണ്ടാക്കി ഫ്രിഡ്ജ് വയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിറ്റേ ദിവസം നമ്മൾ അതെടുക്കുമ്പോൾ കുഴഞ്ഞു പോകുമൊന്നുമില്ല. ജസ്റ്റ് വെജിറ്റബിൾസിൻ്റെ കൂടെ ഇട്ട് ഒന്ന് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ ഫ്രൈഡ് റൈസിന്. അപ്പോൾ ഫ്രൈഡ് റൈസിന് റൈസ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുക. നല്ല കറക്റ്റ് വേവിൽ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേപോലെ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരുന്നത് സൺഫ്ലവർ ഓയിലാണ്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം അതിലേക്ക് ആദ്യം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അത് നന്നായി ഒന്ന് ഫ്രൈ ആയ ശേഷം മാത്രം ബാക്കിയുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ വെളുത്തുള്ളി നന്നായി നല്ലൊരു ഫ്രൈ ആയി വന്നിട്ടുണ്ട്, ഒരു കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതും ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാ വെജിറ്റബിൾസും ഒരേപോലെ നന്നായിട്ട് വഴണ്ട് ഒരേ കളറിൽ വരണം. അതിനുവേണ്ടി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക, മീഡിയം ഫ്ലെയിമിൽ ഇടുക. പിന്നെ നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ച ശേഷം ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കണം. ഇത് കരിഞ്ഞു പോകാനോ കൂടുതൽ മൂത്ത് ഫ്രൈ ആയി പോകാനോ ഒന്നും പാടില്ല. അപ്പോൾ കറക്റ്റ് ഇതിൽ വന്നാലേ ഫ്രൈഡ് റൈസിന് ആ ഭംഗിയും ടേസ്റ്റായി കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കുറച്ച് അധിക സമയം എടുക്കും. ഇത് നന്നായിട്ടൊന്ന് വെന്ത് വന്നാൽ മാത്രം പോരാ, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരണം. അപ്പോൾ അതാ വെജിറ്റബിൾസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന സോസാണ്. ഇത് ചട്നി ആയിട്ടും കിട്ടും, സോസായിട്ടും കടയിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇത് ഞാൻ റിലയൻസ് പോലത്തെ ഹൈപ്പർ മാർക്കറ്റുകളിൽ കിട്ടാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് ഷെസ്വാൻ സോസ് എന്നാണ്. ഇത് ചട്നി ആയിട്ടും കിട്ടും, രണ്ടും നമുക്കിതിന് ഉപയോഗിക്കാം. ഇത് അത്യാവശ്യം നല്ല സ്പൈസിയാണ്. അപ്പോൾ നിങ്ങളതനുസരിച്ചിട്ട് ചേർക്കുക. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. നിങ്ങൾക്ക് അത്ര എരിവ് വേണമെങ്കിൽ കുറച്ച് കുറയ്ക്കാം, പക്ഷേ ഇതാണ് ശരിക്കും ടേസ്റ്റ്. ഇത്രയെങ്കിലും ചേർക്കണം. ഇതിപ്പോൾ ഇതിന് 2 കപ്പ് വെജിറ്റബിൾസും ഞാൻ പറഞ്ഞല്ലോ 2 ഗ്ലാസ് റൈസാണ് എടുത്തിരിക്കുന്നത്, അതിനുള്ള സോസാണ് ചേർത്തേക്കണം. ഇനിയിപ്പോൾ റൈസ് ചേർത്ത് ഇളക്കുമ്പോൾ കുറവാന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. സ്പൈസിയാണ്, അപ്പോൾ ചേർക്കുമ്പോൾ അതനുസരിച്ച് ചേർക്കാം. സാധാരണ നമ്മൾ ടൊമാറ്റോ സോസ് പോലെയല്ല, ചില്ലി വെച്ചിട്ടുണ്ടാക്കണം. അപ്പോൾ അത്യാവശ്യം സ്പൈസിയാണ്. അപ്പോൾ ഇതാ നന്നായിട്ട് വെജിറ്റബിൾസൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്.
ഇനി നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് കുറച്ച് ചേർത്ത് ഇളക്കിയെടുക്കുക. ഒന്നിച്ചങ്ങ് ഇടരുത്. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഒരു അരമണിക്കൂർ മുമ്പെടുത്ത് വെളിയിൽ വെക്കുക. ഇതിപ്പോൾ നമ്മൾ തലേ ദിവസം ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന്. അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസാണ്. ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ശേഷം നമ്മൾ പിറ്റേ ദിവസം ഉണ്ടാക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പെടുത്ത് വെളിയിൽ വയ്ക്കുക. അതിന് ശേഷം കുറച്ച് ചേർത്ത് ഇളക്കിയെടുക്കുക. റൈസ് ഒട്ടും കുഴഞ്ഞൊന്നും പോവില്ല, നല്ല സെപ്പറേറ്റ് ആയിട്ട് കിടക്കും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നല്ല ഫൈനായിട്ട് പൊടിച്ച പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് പനീറാണ്. പനീർ നമ്മൾ സെപ്പറേറ്റ് വേറെ പ്രിപ്പയർ ചെയ്ത ശേഷം വേവിച്ച ശേഷം ഇതിലേക്ക് ചേർക്കുകയാണ്. അത് എങ്ങനെയാണ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് പനീർ റെഡിയാക്കി എടുക്കാം. പനീർ ഇതിപ്പോൾ ഞാൻ വാങ്ങിയ പനീർ കുറച്ച് ഇങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ പുറത്തെടുത്ത് വെച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ കുറച്ചിങ്ങനെ പൊടിഞ്ഞ പോലെയാണ് ഇരിക്കുന്നത്. അത് കുഴപ്പമില്ല. നമ്മൾ ശരിക്കും മുട്ടയൊക്കെ ചിക്കി എടുക്കുന്ന പോലെ ഒന്ന് ഫ്രൈ ആയ ശേഷം നന്നായിട്ട് എന്താ പറയുക ഒന്ന് ഉടച്ചെടുത്തിട്ടാണ് അതിൽ ചേർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇരുന്നാലും പൊടിഞ്ഞു പോയാലും കുഴപ്പമില്ല, ക്യൂബ്സ് ആയിട്ട് ഇരിക്കണമെന്നില്ല. അപ്പോൾ ഇത് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൽ കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം കുറച്ച് ഷെസ്വാൻ സോസും കൂടി ചേർത്തിട്ടുണ്ട്. അതായത് ഒരു ടേബിൾ സ്പൂൺ. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് ഈ പനീർ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കുക. സോസ് കുറച്ച് കളർ കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് സോസും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വലിയ എരിവൊന്നും പിടിക്കത്തില്ല, കാരണം പനീറായതുകൊണ്ട്. അതുകൊണ്ട് കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒരു ടേസ്റ്റ്, അതിൻ്റെ ഒരു ടേസ്റ്റേ കിട്ടത്തുള്ളൂ. ഇത് കഴിക്കുമ്പോൾ നമുക്ക് അത്ര എരിവ് തോന്നില്ല, റൈസിലേക്ക് പിടിക്കുന്ന പോലെ. അപ്പോൾ ഇതിലേക്ക് നമ്മളിപ്പോൾ 1 ടേബിൾ സ്പൂൺ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഷെസ്വാൻ സോസ്. ഇനിയിപ്പോൾ നമ്മളിതൊന്ന് പാനിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് പാനിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് ഈ കോൺഫ്ലോറിൻ്റെ ഗ്രേവി അതും ഒഴിച്ചു കൊടുക്കാം. അതും നമുക്ക് റൈസിൻ്റെ കൂടെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കുക. അപ്പോൾ അതാണ് കോൺഫ്ലോർ കൂടി ചേർത്തിട്ട് ഫ്രൈ ചെയ്യുന്നത്. പനീർ അധികം എന്താ പറയുക നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ അതിലേക്ക് ആ മുളകിൻ്റെ അതൊക്കെ പിടിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവറിൽ മുക്കിയിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി ജസ്റ്റ് ഇത് പാനിലേക്ക് ഇട്ട ശേഷം ഇതൊന്ന് ഫ്രൈ ആയി വന്ന ശേഷമാണ് നമ്മൾ മുട്ട തോരനൊക്കെ വയ്ക്കുമ്പം ഇങ്ങനെ ഇളക്കി പൊരിച്ചെടുക്കില്ല, അതേപോലെ തന്നെ ഇതൊന്ന് ഫ്രൈ ആയി വന്ന ശേഷം നമ്മളിതൊന്ന് ഉടച്ച് കുറച്ച് ചെറിയ പീസസായിട്ട് പൊടിയായിട്ട് എടുക്കും. അപ്പോൾ ഫ്രൈ ആയി വരുന്നതനുസരിച്ച് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക, ഇളക്കി കൊടുക്കുക. ഇപ്പോൾ എന്താ നമ്മുടെ പനീർ ഒന്ന് എല്ലാ വശവും ഒന്ന് ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തവി വെച്ചിട്ട് തന്നെ ശരിക്കൊന്ന് ഉടച്ച് ഇതാക്കി കൊടുക്കാം, ചെറിയ പീസസ് ആക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റൈസിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ റൈസ് ഇളക്കി എടുക്കുമ്പോൾ ഇതും കൂടി കൂട്ടി സെർവ് ചെയ്യുക. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. എല്ലാവരും ഈ ഫ്രൈഡ് റൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ പനീർ നമ്മളിപ്പം പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് അത് ഞാൻ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിൽ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രൈഡ് റൈസ്, ഷെസ്വാൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയാണ്. ഷെസ്വാൻ പനീർ ഫ്രൈഡ് റൈസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഒരു റെസിപ്പിയായി കാണാം. ബൈ ബൈ.